എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. ഇപ്പോൾ റേഷൻ അരി വിതരണത്തിൽ പുതിയ ഒരു സമ്പ്രദായം നിലവിൽ വരികയാണ്. കോമ്പിനേഷൻ ബില്ലിംഗ് എന്നാണ് ഇതിൻ്റെ പേര്. ചിലപ്പോൾ നമുക്ക് വിവിധ തരം അരികൾ ഒരു വർഷത്തിൽ ചില മാസങ്ങളിൽ ലഭിക്കാറുണ്ട്. ഈ അരി വാങ്ങുന്നതിന് വ്യത്യസ്ത തരം സഞ്ചികളും പാക്കറ്റുകളുമൊക്കെ ആയി നമ്മൾ പോകേണ്ടി വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുഴുക്കലരി, പുഞ്ചയരി, പച്ചരി എന്നിവയുടെ ലഭ്യത അനുസരിച്ച് ഇവ നിശ്ചിത അളവിൽ വാങ്ങുന്നതിന് ചില മാസങ്ങളിൽ നമുക്ക് സൗകര്യം വരികയാണ്. നേരത്തെ ഇത് 3 മാസമായിരുന്നെങ്കിൽ ഇനി മുതൽ ഇത് 4 മാസങ്ങളിലായി, ഒരു വർഷത്തിൽ 4 മാസങ്ങളിൽ വിതരണം ചെയ്യാനാണ് തീരുമാനം. ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഡിസംബർ മാസങ്ങളിലാണ് ഈ കോമ്പിനേഷൻ ബില്ലിംഗ് പ്രകാരമുള്ള അരി വിതരണം നടക്കുക. ഇങ്ങനെ പോകുമ്പോൾ കോമ്പിനേഷൻ ബില്ലിംഗ് സൗകര്യപ്രകാരം ഈ ഒരു കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ അരി എത്രയാണോ അതിൽ പച്ചരി, പുഞ്ചയരി, പുഴുക്കലരി എന്നിവ നമുക്ക് കടയിൽ ലഭ്യമാവുമ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് തിരഞ്ഞെടുത്ത് വാങ്ങാനാകും. പലതരം അരികൾ വാങ്ങണം എന്നുള്ളത് ഒഴിവാകുകയും ലഭ്യത അനുസരിച്ച് ഏത് അരിയാണോ റേഷൻ കടയിൽ ലഭ്യമുള്ളത് ആ അരി നമുക്ക് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ആ അരി എന്ന് പറഞ്ഞാൽ പുഴുക്കലരി, പുഞ്ചയരി, പച്ചരി എന്നിവയാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. മറ്റ് അരികളല്ല. എന്നാൽ ഈ കോമ്പിനേഷൻ ബില്ലിങ്ങിന് പുറമെ പുഞ്ചയരി കൂടി ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലഭിക്കാനുള്ള മുൻഗണന നൽകി ലഭിക്കാനുള്ള ഒരു തീരുമാനം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ അത് മിക്കവാറും വൈകാതെ തന്നെ ഈ അരി വിതരണം ആരംഭിക്കുകയാണ്. ഒരു വർഷത്തിൽ 4 നിശ്ചിത മാസങ്ങളിലായിരിക്കും ഇതുണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി, ഏപ്രിൽ, ജൂലൈ, ഡിസംബർ മാസങ്ങളിലാണ് ഈ കോമ്പിനേഷൻ ബില്ലിംഗ് വരികയും അത് അനുസരിച്ചിട്ടുള്ള അരി വിതരണം നടക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഇത് പരമാവധി 3 മാസമാണ് നൽകിയിരുന്നത്. അപ്പോൾ ഉണ്ടായ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനാണ് ഈ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ തുടർന്നും ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.